ഇവൻ ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് അയച്ചു, ഹായ് ഞാൻ ജിബി എന്നൊക്കെ പറഞ്ഞു. ഇവൻ തിരിച്ച് റിപ്ലൈ തന്നില്ല കേട്ടോ എനിക്ക്. ഇവിടെ ഇംഗ്ലീഷിലായിരുന്നു അയച്ചത്. ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് പറയേണ്ടി വരും. ഞാൻ ചോദിച്ചാൽ എന്താ ഇവനെ കൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലെന്ന്, ഇവൻ അവളെ ടച്ച് ചെയ്യാൻ പേടി, ഭയങ്കര പ്രശ്നം. എന്തായാലും എനിക്ക് സന്തോഷമായി. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗിനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ. കണ്ണൂർ ഭാഷയും കൂടെ ഉണ്ട്. ഓം ബേസിക്കലി ഒരു സൈക്കോയാണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. നല്ല തണുപ്പല്ലേ? AC-യുടെ ആണോ സിനിമയുടെ ആണോ? സിനിമയുടെ ടൈറ്റിൽ ചുട്ടുപൊള്ളുന്ന കഥയുടെ പേരാണ് തണുപ്പ്. അതെ, പക്ഷെ തിയേറ്ററിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഉറപ്പിച്ചു? അങ്ങനെ വേണം. അല്ല, അവര് പറയട്ടെ. അങ്ങനെ വേണം. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടോടുകൂടി ഇറങ്ങണം. തീർച്ചയായിട്ടും. വെച്ചാൽ തണുപ്പ് കണ്ടിട്ട് സിനിമ നല്ല ചൂടോടുകൂടി ഇറങ്ങണം. തീർച്ചയായും തിയേറ്ററിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു സബ്ജക്ട് ആകട്ടെ എന്ന് ആദ്യം ആശംസിക്കുന്നു. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കുറെ സിനിമയുടെ ഭാഗമായിരുന്നു. അതെ അതെ. അപ്പം ഈ ഒരു സിനിമയിലേക്ക് ഒരു നടനായി മാറണം. പിന്നിലാണ്, പിന്നിൽ നിന്ന് കുറെ കളിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു അരുണിന്ന് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സങ്കടമുണ്ട്. അരുണിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ധമാക്കയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാണ്. നിങ്ങൾ അങ്ങനെ യാത്ര ഒത്തിരി ചെയ്തു. പക്ഷെ അതെന്തോ ഇഷ്ടമുള്ളതുകൊണ്ട് പോയതാണ് ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു. അന്ന് ചെറുപ്രായത്തിൽ ഒളിമ്പികളിൽ ഒരുമിച്ച് വന്നിട്ട് വീണ്ടും നിങ്ങൾ ഒരുമിച്ച് എന്നൊന്ന് കണ്ടുമുട്ടാന്ന് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഞങ്ങൾ പരമാവധി പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ വീട്ടില് അച്ഛൻ സുഖമില്ല. അതെ അതെ അതെ. അതുകൊണ്ട് അവന് പോയേ പറ്റൂ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞങ്ങളത് തീരെ കൊച്ചുങ്ങളായിരുന്നു. നീ വ്യക്തമാക്കി പറയൂ, നീ പേടിക്കണ്ട. ചെറിയ കൊച്ചുങ്ങളായിരുന്നു. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചുങ്ങളായിരുന്നു ആ സമയത്ത്. ഇല്ല, ഞങ്ങള് അത് കഴിഞ്ഞൊരു 22 വർഷത്തിന് ശേഷമാണ് ഞങ്ങള് ഒരു ലൊക്കേഷൻ വെച്ച് കാണുന്നത്. അത് അരുണും നായനായ അരുണും ആര്യയില്ല, നമ്മുടെ ബഡായുള്ള ആര്യ അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. കണ്ടു. അരുണിനെ മനസ്സിലായിരുന്നില്ല. പക്ഷെ എനിക്ക് അരുണിനെ അറിയാലോ. അരുണിന്റെ വളർച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത്. അന്ന് ഏർക്കാടായിരുന്നു അത് ഷൂട്ട്, സേലം ഏർക്കാട്. ഞങ്ങൾ ഒരു അടുത്തടുത്ത റൂമുകളായിരുന്നു, പക്ഷെ ഒരുമിച്ചായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് എന്നുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അവൻ പോയിട്ട് ചോദിച്ചു, നിതീഷിനറിയോ, നിങ്ങളുടെ കൂടെ ഒളിമ്പനെന്നോടി ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം എൻ്റെ ധാരണയിൽ അന്ന് 500 കുട്ടികളുണ്ടായിരുന്നല്ലോ അതിൽ. പിന്നെ അവിടുത്തെ സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു 350-500 അടുത്തുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കൂട്ടത്തിൽ തന്നെ ആയിരിക്കും അയാൾ എന്നെയും കണ്ടിരിക്കുക എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അരുണോ അപ്പം തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞ്, അളിയാ നീയോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഫോട്ടോ നിധി പോലെ സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കേട്ടിട്ടുണ്ട് സാധനം വിളിക്കുന്നത്. പക്ഷെ അവൻ വീട്ടിലെത്തി ഷൂട്ട് കഴിഞ്ഞ് പോയി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ചെറുപ്പത്തിലുള്ള ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് അയാളെ ആ സൗഹൃദത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ള സാധനം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞെട്ടിപ്പോയി. അതെ. ഈ സിനിമയിൽ എത്തുന്നതിന് ഇടയിൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നീരജ എന്ന് പറഞ്ഞൊരു സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിലൊരു അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അധികം വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ 22 വർഷത്തെ വിളി 3 വർഷത്തിൻ്റെ ഇടയിൽ നന്നായിട്ട് ഉപയോഗിച്ചതായിരിക്കുന്നുണ്ട്. അത്രത്തോളം വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ അരുൺ നമ്മുടെ ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ അവൻ നായകനായ ഒരു സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സുനിൽ മാനത്തെ കൊട്ടാരം എൻ്റെ ഒക്കെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞില്ല, ഷെഡ്യൂളായിട്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വേർപിരിയാതെ ഇങ്ങനെയുണ്ട്. ചെറുപ്രായത്തിൽ അന്ന് അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയി അഭിനയിച്ച് തണുപ്പടിച്ച് പുതപ്പിന്റെ അടി കിടന്നിറങ്ങിയ നല്ല തണുപ്പിൽ ഒന്നിച്ചിരിക്കുകയാണ്. അതും ഈ സിനിമയുടെ ഒരു ഭാഗ്യമാണ്. ബാല്യകാല സുഹൃത്തുക്കൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാധാന്യമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ സബ്ജക്ട് കേട്ടപ്പോൾ അഭിനയിക്കാൻ ഒരു മോഹം? എനിക്ക് രാകേഷ് അണ്ണൻ എൻ്റെ സുഹൃത്താണ്, നാട്ടുകാരനാണ്.
ഒരു ജ്യേഷ്ഠനെ പോലെയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ മുന്നേ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത്. അത് കഴിഞ്ഞ് രാകേഷ് ചേട്ടൻ ഇങ്ങനെ ഒരു കണ്ടന്റ് പറയുന്നു, ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ കൊള്ളാം, നല്ല സാധനമാണ് നമ്മൾ. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രത്തിലെ, ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കഥാപാത്രങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചേട്ടാ ഇയാള് അതുപോലുള്ള ഒരാളാണ്, ഇത് ഗംഭീര കണ്ടന്റാണ് ചേട്ടാ ഇത്. അങ്ങനെ രാകേഷ് ചേട്ടൻ ഇരുന്ന് എഴുതുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ ഇതാര് ചെയ്യുന്നുള്ള ഒരു പുതിയ ആൾ ചെയ്താലേ വർക്കൗട്ട് ആവുന്നുള്ളതിലേക്ക് രാകേഷ് പറഞ്ഞു, നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടാ നിങ്ങൾ ആദ്യത്തെ സിനിമയാണ്, ഇതൊക്കെ ആവശ്യമുണ്ടോ, റിസ്ക് എടുക്കണം, നമുക്കിപ്പോൾ വേണമെങ്കിൽ ആർക്കും പോവാം, വേണ്ട ഇത് നീ തന്നെ ചെയ്താൽ മതി എന്നോ. അങ്ങനെ എന്നിലേക്ക് എത്തുന്നു. പക്ഷെ ഇതിനൊക്കെ പൈസ കൊടുക്കാൻ ഒരാൾ വേണമല്ലോ, പുതിയൊരാള് സംവിധാനം ചെയ്യുന്നു. പുതിയൊരു ഈ കഥ രാകേഷ് ചേട്ടൻ, ഇപ്പൊ നിതീഷ് ഈ കഥ പറഞ്ഞോണ്ട് ഞാൻ പറയും, ഈ കഥ രാകേഷ് ചേട്ടൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകപ്പാട് 1-2 ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിടത്തൊക്കെ ഞാൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞ, ഈ കഥയിലെ നായകൻ ഒരു സൈക്കോ ക്യാരക്ടർ ആണ്. രാകേഷ് ചേട്ടൻ പറയുമ്പോഴെല്ലാം ഒരു സൈക്കോ ആണ്, ഒരു സൈക്കോ ആണ്, ഒരു സൈക്കോ ആണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിതീഷ് ഈ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടെന്നും പറയുന്നു. അപ്പം നമ്മൾ പുതുമുഖങ്ങൾ എന്നുള്ളതിനേക്കാളുപരി നമ്മൾ ഇപ്പം നിലവിലുള്ള നായകനെയും നായികയും ഒക്കെ നമ്മൾ നോക്കി. പക്ഷെ അവർക്കൊക്കെ ഇച്ചിരി പക്വതയും അവരുടേതായ ഒരു ജീവിത രീതിയും അവർക്കൊക്കെ അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്, അത് വ്യക്തിത്വമുണ്ട് അവർക്കെല്ലാം ഇല്ലേ. അപ്പം ഇതൊന്നുമല്ലാത്ത ഒരു നായകൻ ഞങ്ങൾ ശരിക്കും അലഞ്ഞൂന്നേ. നായകനെ പറ്റി ഞങ്ങള് കുറെ അലഞ്ഞപ്പോഴെല്ലാം ഫസ്റ്റ് നമ്മുടെ ഇപ്പം ഹൈദർക്കാർക്ക് അറിയാലോ, രാകേഷ് ചേട്ടനെ വളരെ പേഴ്സണലി അറിയാം, നമ്മുടെ എല്ലാവരെയും അറിയാം. ഫസ്റ്റ് ക്യാമറ വെക്കുമ്പോ ഇപ്പോഴും ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഫസ്റ്റ് ഇവന്റെ ഫേസിൽ ക്യാമറ വെക്കുമ്പോ ഇങ്ങനെ എന്റെ കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നൊരു സാധനമുണ്ട്. അതിപ്പോഴും രാകേഷ് ചേട്ടൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ശരിക്കും ഒരു സൈക്കോ അത് നിതീഷിന് ഇപ്പോഴും അറിയാമെന്ന് അറിയത്തില്ല. വിവേകും മനോരമയിലെ നമ്മൾ വിവേക് മുഴുകുന്നും രാകേഷ് നാരായണനും ഞാനും കൂടെ എടുക്കുന്ന ഞങ്ങള് 3 പേരോട് വിവേകാണ് പറയുന്നത്, നിങ്ങളിത് പുറത്ത് പറയരുത്, ഇതിന് പറ്റിയ ഒരു ഹീറോ നിതീഷാണ്. അവരുടെ കണ്ണൂർ ഭാഷയും കൂടെ ഉണ്ട്. ഓം ബേസിക്കലി ഒരു സൈക്കോയാണ്. ഇതിപ്പോ എന്താ അറിയോ, ഇവര് തമ്മിൽ പരിചയമുണ്ട്. ഹൈദർക്ക് വിചാരിക്കും ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന്. വിവേകാനന്ദ കൂടി പറഞ്ഞു പറയുമ്പോ ഇവര് ഭയങ്കര ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ 4 പേരും സൗഹൃദത്തിലുള്ള 4 പേരായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ സത്യാവസ്ഥ അതിലെ എക്സ്പ്രഷൻ കാണിച്ചില്ല, കണ്ണടയ്ക്കുന്ന ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അത് നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ പണം കഴിയട്ടെ, ഞങ്ങളത് പുറത്തു വിടാം. അപ്പൊ തരാം. നമ്മുടെ എഡിറ്റർ സത്തറിനെ അറിയാം, സത്തറിന്റെ വിഷ്വലിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. രാകേഷ് ചേട്ടൻ ദേഷ്യപ്പെട്ടു, എന്റെ നിതീഷ് നീ കണ്ണടക്കൊന്ന് നിർത്ത്, ടേക്ക് പോവാം എന്ന് പറഞ്ഞ് ദേഷ്യം. കാരണം അവിടെ വിവേകിന്റെ ആ ഒരു ചിന്താഗതി പോയതാണ്. ഓം ബേസിക്കലി സൈക്കോയാ. അവനാണ് ഇത് കഥാപാത്രത്തിലേക്ക് വന്നപ്പോ ഞാൻ ഓവറായി പോയതുള്ള ഒരു സംശയം ഇവർക്കുണ്ടായത്. ഒരാളിങ്ങനെ ഇരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സൈക്കോസിന്റെ ഒരു പ്രത്യേക അവസ്ഥ. ഇതൊക്കെ തന്നെ പറയും. ഞാൻ പറയാം. ആരെയും സൈക്കോ ആയിട്ട് എനിക്ക് തോന്നി. അടുത്ത പടം കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു പറയുന്നത്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവരൊരു ഭയങ്കര ക്ലോസ് സർക്കിളുള്ള ആൾക്കാരാണ്. ആ ക്ലോസ് സർക്കിളിൽ നിന്ന് ഉണ്ടായ ഒരു പടമാണ്. അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാം. ഞാൻ എനിക്കൊരു 35 days ഷൂട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മള് അത്രയും ദിവസം ഷൂട്ട്, അത്രയും ദിവസം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്.
അപ്പോൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്നതും അങ്ങനത്തെ ഒരു സർക്കിള് ഭയങ്കര റെയറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്കുള്ള സർക്കിളും അങ്ങനെ ഭയങ്കര റെയറാണ്. അപ്പം ഇതുപോലെ കുറേ ടോക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ചില സമയത്ത് ഇത് പറയുന്നത് സത്യമാണോ അല്ലയോ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളെല്ലാം സുഹൃത്തുക്കളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാം സുഹൃത്തുക്കളാണ്. ഇപ്പൊ അനുവേട്ടനും യുവേട്ടനും രാജേഷേട്ടനും അല്ലാതെ തന്നെ ബാക്കി ഇതിന്റെ ക്യാമറകൾ പുറത്തു നിന്ന സഫ്തർ എന്ന സുഹൃത്താണ്. ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഷാനു, ജംനാസ്, പിന്നെ പ്രദീപ്, കോഴിക്കോടും എല്ലാ ഏരിയയിലുള്ള എന്റെ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാരാണ് മിക്ക. സഫ്തർ കോഴിക്കോടാണ്, കോഴിക്കോടാണ്. രഞ്ജിത്തിന് മുഴക്കുന്നാണ്, വരാറുണ്ടായിരുന്നു. പ്രദീപ് വയനാടാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ ഇതുവരെ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആയിരുന്നു പലരും താമസിച്ചിരുന്നു. അവിടെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പടത്തിന്റെ പ്രൊമോഷൻ ശരിക്കും ചെയ്യേണ്ടത് ഇവർ രണ്ടുപേരുമാണ്. ഒന്നോ രണ്ടോ ഇന്റർവ്യൂസിൽ ഞാൻ ഇവരുടെ പേര് ഇരുന്നു. ശരിക്കും ഇരിക്കേണ്ടത് രാകേഷ് നാരായണനാണ്. രാകേഷ് നാരായണനോട് ഞങ്ങളാകുന്ന പോലെ രാകേഷ് നിങ്ങളിരിക്കെ, ഞാനിരുന്നാൽ ചിലപ്പോൾ അവനെ തല്ലിപ്പോവും. ഞാനിരുന്നാൽ ചിലപ്പോൾ നികേഷ് അല്ല സോറി അല്ല സോറി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കാം എന്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല അത് പണ്ടേ സേവ് ചെയ്ത് പടത്തിന് മുമ്പേ സേവ് ചെയ്ത നിതീഷ് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ പടത്തിലേക്ക് വന്നപ്പോ വിവേകിന്റെ കണ്ടുപിടുത്തമാണ് ഇവൻ സൈക്കോ ആണെന്ന്. അങ്ങനെ നമ്മള് അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ എന്തായിരുന്നു കണ്ണൂരായിരുന്നു അല്ല നിതീഷ്. ഞാൻ രാകേഷ് ചേട്ടൻ പറഞ്ഞാണ് നിതീഷ് ഉള്ളതുകൊണ്ട് അവന്റെ ചോദ്യങ്ങൾക്ക് അവന്റെ മറുപടിക്ക് ചിലപ്പോൾ ഞാൻ ഇരുന്നാൽ അവനെ ഞാൻ തല്ലേണ്ടി വരും, നിങ്ങൾക്ക് അവൻ ക്ഷമയുണ്ട്, നിങ്ങൾ തന്നെ ഇരിക്കുന്നത്. അത് അവരുടെ ഒരു കണ്ണൂർ സ്ലാങ്ങളാണ്. അങ്ങനെ ഞാൻ ഒന്ന് രണ്ട്, കാരണം ഇപ്പൊ അലിഗഡ് ഇന്റർവ്യൂവിന് ഇരിക്കാൻ കാരണം അലിഗഡ് ചോദ്യങ്ങൾ കുറുക്കി വിടുന്ന ചോദ്യങ്ങളാണ്. മറ്റു ചില ഇന്റർവ്യൂസ് നമ്മൾ കാണുമ്പോൾ കുട്ടിത്തരമാണ്. 1+1 എന്താ, അല്ല 2+2 എന്താ, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ചില ചോദ്യങ്ങൾ കുട്ടികളുടെ ആ ഇന്റർവ്യൂവിനൊന്നും നമ്മൾ വേണ്ട. ഇവർ രണ്ടുപേരും പക്വതയുള്ളവരാണ്, ബെസ്റ്റ് ആണ്. പക്ഷെ ചില സാധനങ്ങൾ വരുമ്പം നിതീഷ് കറക്റ്റ് അതിലേക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ കരുതിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സുഹൃത്ത് വലയത്തിലൊരു സിനിമ ഉണ്ടാവും, അത് എത്രമാത്രം സക്സസ് ആണെന്ന് നമുക്കറിയാം. പ്രേക്ഷകരാണ് ഏറ്റെടുക്കുന്നത്. നമ്മൾ ചെയ്തു വെച്ചിരുന്ന പ്രൊഡക്റ്റ് നമുക്ക് സംതൃപ്തി നൽകും. അതാണല്ലോ നമ്മൾ ഇപ്പോൾ ഈ ഒരു നമ്മൾ തിയേറ്ററിൽ തന്നെ കുറച്ചെടുത്തുകൊണ്ട് റിലീസ് ചെയ്യുന്നത് നമുക്ക് അത്രയും മതി എന്നുള്ള ചിന്താഗതി. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല ഷോ കിട്ടുക എന്നുള്ളതാണ്. ആ ഷോ ആളുകൾ കാണുക എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലെ, നമ്മൾ എന്ത് തമാശകൾ പറഞ്ഞു, നല്ലൊരു സിനിമയുടെ ഭാഗമായി. എത്ര വർഷമായി സിനിമാ മേഖലയിലുള്ളത് അല്ലെ? 25 വർഷമായി. ശരിക്കും സത്യം പറഞ്ഞാൽ 25 വർഷക്കാലത്തിൽ ഇപ്പോൾ ഒരു നായകന്റെ പരിവേഷത്തിലാണ് ഇരിക്കുന്നത്. വലിയ ഭാഗ്യമല്ലേ? വലിയ ഭാഗ്യമാണ്. അതൊരു സുഹൃത്ത് വരെ ഉള്ളതുകൊണ്ടാണ് കിട്ടുന്നത്. അതെ, സത്യസന്ധമായിട്ട് സുഹൃത്ത്, കുറെ സുഹൃത്തുക്കൾ ചേർന്നപ്പോൾ ആദ്യം രാകേഷ് എന്ന് പറയുന്നൊരു സുഹൃത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ 2 സുഹൃത്തുക്കളും കൂടി അതിൽ വന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാ സുഹൃത്തുക്കളും ഞാനുണ്ട് കേട്ടോ, ഞാനുണ്ട്, നിങ്ങളോടല്ലേ ഇതാ എത്തി, ബാഗ് എടുത്ത് നേരെ വീട്ടിലേക്ക് വരുന്ന സുഹൃത്തുക്കളാണ്. ബാക്കി ഒന്നും പറയേണ്ടി വന്നിട്ടില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാം ആദ്യം ഇരിട്ടിയിലായിരുന്നു ഷൂട്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോളി എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇവർക്ക് വൈകിട്ട് വന്നിട്ട് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ സുഹൃത്തുക്കള് സഫ്തറും ഷാനും പ്രദീപും ജംനാസൊക്കെ ഇരുന്നിട്ട് എൻ്റെ അമ്മയും കൂടി ഇരുന്നിട്ട് എന്നെ ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കുന്ന രാത്രി എത്താൻ ഞാൻ കണ്ട നല്ല സൈക്കോ ആണെന്ന് കണ്ടെത്തി. അത് വീട്ടിൽ ഓൾറെഡി അറിയുന്നത്. ഞാൻ ആകെ സൈക്കോ എൻ്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ മാത്രമാണ്. ഒരു പടത്തിൽ അഭിനയിക്കാൻ ഒരു മകൻ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. രാകേഷ് നാരായണന്റെ അടുത്ത കഥ അതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്തൊക്കെയാണ് അപവാദങ്ങളാണ്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എന്തേലും പറയാം. രാകേഷ് നാരായണന്റെ അമ്മ നിങ്ങൾ കുറച്ച് ദിവസം പോയിട്ട് തറവാട്ടിൽ നിൽക്കുമോ, ഇവിടുന്ന് 10 മീറ്റർ 15 മീറ്ററേ ഉള്ളൂ തറവാട്ടിലേക്ക്, അപ്പുറത്ത് പോയി നിൽക്കുമോ, എന്റെ സുഹൃത്തുക്കളൊക്കെ 10-20 ദിവസം ഇവിടെ ഉണ്ടാവും.
എന്ന് പറഞ്ഞത് അമ്മയെ പുറത്തേക്ക് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്താൽ മതി. ഇത് നല്ലത്. ഞാൻ വിചാരിച്ച നിർമ്മാതാവിന് വെറുതെ ചെലവൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഒരു സഹായമായാലും. ഇത് ഇത്രത്തോളം വരെയൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇല്ല, ഞാൻ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ വീട്ടില് കഴിഞ്ഞ ദിവസം ഇവരെല്ലാം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വന്നപ്പം അവിടെ എന്റെ അമ്മയുണ്ട്, എന്റെ വൈഫുണ്ട്, കുട്ടിയുണ്ട്, അപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ചേർന്നാണ് ഇവര് ആഹാരം ഉണ്ടാക്കി കൊടുത്തു ഒക്കെ. പക്ഷെ നിതീഷിന്റെ വീട്ടിലോട്ട് പോയപ്പോ ഞാൻ എല്ലാരും ചേർന്നല്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു ഞങ്ങൾക്ക് തന്നു. ഹോട്ടലിൽ നിന്ന് ഞങ്ങള് എന്റെ വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോട് വൈകിട്ടത്തെ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു പ്രൊഡക്ഷൻ കൊണ്ടുപോലും പിള്ളേർ ആരും കഴിക്കാറുണ്ടായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ അമ്മ ഉണ്ടാക്കി. നിതീഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10-30 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രി എന്നാ. ഇപ്പൊ ഞാൻ വീട്ടിൽ ആഹാരം കൊടുത്തപ്പം അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പ്രൊഡക്ഷൻ ഫുഡേ കഴിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത പ്രൊഡക്ഷൻ ഫുഡ് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. ഞാൻ ഹോട്ടലിൽ നിന്നുണ്ടെങ്കിൽ ഇവന് പ്രൊഡക്ഷൻ ഫുഡേ അവന് കഴിക്കാൻ ആ മേഖലയിലാണ്. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. കുറവാ. അപ്പൊ അത് സങ്കടത്തിലേക്ക് സങ്കടപ്പെട്ട്. ഈ ആദ്യ സിനിമയാണല്ലേ, കാസർഗോഡ് കാര്യമാണ്. എന്താണ് കൊച്ചിയിൽ ഞാൻ ശരിക്കും ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പം ഞാനൊരു 8 വർഷമായി ഇപ്പോൾ കൊച്ചിയിൽ. റീസെന്റ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ചെറിയൊരു സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പനമ്പള്ളി നഗർ. ഓക്കെ, സ്കോട്ട്സ് ആൻഡ് ലഞ്ചസ് എന്നാണ് പേര്. ജിമ്മിന്റെ പേര് സ്കോട്ട്സ് ആൻഡ് ലഞ്ചസ് എന്നാണ്. അപ്പം 2022 ഞാൻ മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ചെയ്തു. അങ്ങനെയാണ് മോഡലിംഗ് കരിയറിലേക്ക് വരുന്നത്. മോഡലിംഗ് ആയിരുന്നു ശരിക്കും. ആക്ടിങ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ഒന്ന് ചെയ്യും എന്നുള്ള പ്ലാനിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മോഡലിംഗ് ചെയ്യണം ഭയങ്കര ഇഷ്ടമായിരുന്നു. മോഡലിംഗ് ചെയ്തു. അങ്ങനെ ഒരു ചെറിയൊരു ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഇതിലേക്ക് സുധീഷ് മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. ആളാണ് എന്നെ തണുപ്പിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാകേഷ് ചേട്ടൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ജിബിയൊക്കെ ആയിട്ട് നോക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോഴും ഞാൻ പറഞ്ഞു വേണോ, കാരണം ഞാൻ ഇതുവരെ ഒന്നും ആക്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം സുധീഷ് ചേട്ടൻ പറഞ്ഞു ജിബിനെ കൊണ്ട് പറ്റുമായിരിക്കും, ചിലപ്പോൾ കഥ കേട്ട് നോക്ക്, സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ രാകേഷ് ചേട്ടനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ രാകേഷ് ചേട്ടൻ സ്ക്രിപ്റ്റ് പറയുന്നു. സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഥ. ആ 2 ക്യാരക്ടേഴ്സ്, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ചെയ്ത ക്യാരക്ടറാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ക്രിപ്റ്റ് ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വീട്ടിൽ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് എനിക്കൊന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു രാകേഷിനെ വിളിച്ച് നമുക്ക് ചെയ്യാം, ഓക്കെയാണ്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തണുപ്പിലോട്ട് എത്തുന്നത്. സിനിമ സത്യസന്ധമായി പറയുകയാണെങ്കിൽ സിനിമ പറഞ്ഞ സ്വപ്നം ഉണ്ടായിരുന്നില്ല. ഇല്ല. ഞാൻ എൻ്റെ ഫാമിലിയിൽ ആരും ഇങ്ങനെ മീഡിയ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള അങ്ങനെ ആരും ഇല്ല. ഇല്ല, അങ്ങനെ ഇല്ല. ഞാൻ ഒരിക്കലും അത് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു സിനിമ എന്നൊരു ഇത്. പക്ഷെ എന്തോ ദൈവത്തിന്റെ എന്തോ ഇതുകൊണ്ട് ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ 8 വർഷമായി. 8 വർഷം കൊണ്ട് കാസർഗോഡിന്റെ സംസ്ഥാനത്തിന് സ്ലാങ് പോലും വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പഠിച്ചതൊക്കെ ഇടുക്കി വണ്ണപ്പുറം. ഞാൻ ശരിക്കും ബേസിക്കലി സ്പോർട്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ അത്ലറ്റ് ആയിരുന്നു. KP തോമസ് മാഷ്. ഞാൻ 2015 വരെ അവിടെ ആയിരുന്നു. അറിയോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാണോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ഞാൻ 8ാം ക്ലാസ് മുതൽ ഞാൻ അവിടെയാണ് പഠിച്ചത്. പ്ലസ് ടു വരെ. അതെ അവിടെയാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പം അതെ, മാമിനൊക്കെ അറിയാം. റീസെന്റ് ഞങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അരുണിനെ ബാല്യകാല സുഹൃത്ത് ആണോ? അന്ന് ഭയങ്കര ഒത്തിരി നല്ല സ്വീകരണവും പരിപാടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ബാച്ചിൽ ഒരു ഗെറ്റ് ടുഗദർ വെക്കുന്ന എനിക്കൊരു ഭയങ്കര വണ്ണപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടാണ്. തൊട്ടടുത്ത് വണ്ണപ്പുറത്താണ് എനിക്ക് ഷോപ്പിംഗ്. അപ്പൊ ഞാൻ എപ്പോഴും പോകുന്ന സ്കൂളാണ്. മനു സാറുമായിട്ട് അത്ര അടുത്ത ആത്മബന്ധമാണ് എനിക്ക്.
ഇപ്പം പക്ഷേ സ്പോർട്സുകാരൊക്കെ മാറി കേട്ടോ. മാറി, അവരവിടുന്ന് മാറി. കപ്പ കൃഷിയൊക്കെ ചെയ്തെല്ലാം കഴിച്ചോണ്ടിരുന്നത്. അയ്യോ എന്താ പറയാ, അതൊക്കെ ഭയങ്കര നല്ല പരിചയമുണ്ട്. ഞാൻ അരുണിനെ കണ്ടുപിടിച്ച പോലെ തന്നെ നിങ്ങൾ കാസർഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ അവിടെയാണ് പഠിച്ചത്. നാട്ടിൽ തന്നെയായിരുന്നു, ചീമേനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ഫാമിലി ആയിട്ട് എരുമേലിക്കാരാണ്, പപ്പയൊക്കെ അങ്ങോട്ട് പോയ ആൾക്കാർ. അപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര കുറവാണ് അവിടുത്തെ ആ ഒരു ടോണിൽ സംസാരിക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ആ ടോണിൽ സംസാരിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞാൽ സംസാരിച്ചാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായി. പിന്നെ പഠിച്ചതൊക്കെ ഇവിടെ ഇടുക്കി, പിന്നെ വർക്ക് ചെയ്യുന്നത് എറണാകുളം. പറഞ്ഞു എല്ലാരും ഭയങ്കര വെയിറ്റിംഗ് ആണ് പടം കാണാനായിട്ട്. ഒന്ന് തൊടുപുഴ ജിബിയ ആവശ്യപ്പെട്ട് നമ്മൾ തൊടുപുഴയിലും പിന്നെ എറണാകുളത്തും 2 സ്ഥലത്തല്ലേ, ആലക്കോട് 3 തിയേറ്റർ. നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ആലിക. കാരണം തിയേറ്റർ നമ്മൾ കുറച്ച് തിയേറ്ററുകളേ ഉള്ളൂ. ഈ പടം ശരിക്കും പ്രൊഫഷണൽ ഇപ്പൊ രാകേഷ് ഏട്ടന്റെ ഒരു ശരിക്കും ടെക്നിക്കലി ഹൈ ആണ് സിനിമ. ടെക്നിക്കൽ സൈഡ് ശരിക്കും ഹെവിയാണ്, ഹൈ ആണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ട്രെയിലർ കാണുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് ഈ സിനിമയുടെ ഭാഗമാണല്ലോ എന്തായാലും ട്രെയിലർ. ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു നല്ല ചിത്രമാണത്. കാരണം നല്ലൊരു ക്യാമറ വർക്ക്, അല്ലെ നല്ലൊരു ഡയറക്ഷൻ. പിന്നെ നമ്മൾ ഇവരെ ഇരുത്തി ഇങ്ങനെ പറയുന്നെങ്കിലും, ഇപ്പം നിതീഷിനെ ആണെങ്കിലും ജിബി ആണെങ്കിലും ഇവരെ ഇരുത്തി ഇങ്ങനെ പറയുന്നെങ്കിലും ഇവരും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എഫേർട്ട്, നമ്മളൊന്നും ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സെറ്റോ അല്ലെ നമ്മൾ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഒരു റിയൽ ആയിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ചിലപ്പം എല്ലാവരും ചോദിച്ചു, പലരും 1-2 പേര് നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പം എന്തുകൊണ്ട് സ്റ്റാർ വാല്യൂ ഉള്ളവരെ വെച്ച് ചെയ്തില്ല, ഇങ്ങനെ 2 പുതിയ മുഖങ്ങളെ വെച്ച് ചെയ്താൽ ഇതെങ്ങനെ ആകും എന്ന് ചോദിച്ചിടത്ത് എനിക്ക് ഉത്തരം ഈ സിനിമ കാണണം എന്നുള്ളതാണ്. കാരണം ഞാൻ എടുത്തത് ഒരു റിസ്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രാകേഷ് നാരായണിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, വിവേകിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ ക്യാമറ ചെയ്യുന്ന മണികണ്ഠനിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഇവരുടെ ഒരു പോർഷൻസ് അപ്പർ ഷൂട്ട് ചെയ്ത് ഇട്ട് തന്നപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഇവർ ചെയ്യുന്നുണ്ട് എന്നും തോന്നി. പക്ഷെ പടം ഞാൻ കഴിഞ്ഞ ദിവസം ശരിക്കൊന്ന് കണ്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ആസ് എ പ്രൊഡ്യൂസർ, അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനൊരു ഇതിലേ അല്ല. എൻ്റെ സുഹൃത്താണ് നിതീഷ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ സൈക്കോ എന്ന് പറഞ്ഞെങ്കിലും ആ ക്യാരക്ടറിൽ വേണ്ട എല്ലാ മാനരസങ്ങളും നിതീഷിന് മുഖത്തുണ്ട്. പിന്നെ ആ ക്യാരക്ടർ അർഹിക്കുന്ന ചില രൂപങ്ങൾ ജിബിയയുടെ രൂപത്തിന് ചേഞ്ച് ഓവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പ്രേക്ഷകർക്ക് തോന്നിയാൽ ഞങ്ങളുടെ ടീം രക്ഷപ്പെട്ടു. കൃത്യമായിട്ട് വിധി നിങ്ങൾ രണ്ടും ആദ്യമായിട്ട് ഈ സിനിമയിലല്ല കണ്ടുമുട്ടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം ഞാനിപ്പോ ചോദിച്ചപ്പോ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ പിടിയിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു, ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടാ വന്നതെന്ന് മനസ്സിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലൊരു കണ്ടുമുട്ടുമ്പോൾ? ഇവർ രണ്ടുപേരും പറയുന്നത് ജിബി പറയുന്നതായിരിക്കും. ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൂടെ ഒരു ഉത്തരം പറയുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് പറയാൻ ഫസ്റ്റ് രാകേഷ് ചേട്ടനും കുറച്ച് അവരുടെ ടീം അവരെല്ലാവരും വന്നു. അന്ന് നിതീഷ് വന്നിട്ടുണ്ടല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം രാകേഷ് ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ പേരായിട്ട് ചെയ്യുന്ന ആരാന്ന് പോലും ഞാൻ ചോദിച്ചില്ല. റീസൺ വേറെ ഒന്നുമല്ല, എനിക്ക് ഈ കഥ അത്രയ്ക്ക് ഇഷ്ടമായി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. പടം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നൊരു ഫീലായിരുന്നു എനിക്ക് കഥ കേട്ട്. അപ്പോൾ കഥ അവസാനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ശരിക്കും കണ്ണെന്ന് അറിയും നമ്മുടെ. അത്രയ്ക്കും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള 2 ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് ചെയ്യാം, എന്തായാലും ഞാൻ ചെയ്യും, എനിക്കിത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ രാകേഷ് ചേട്ടൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞിട്ട് ഇതിലൊരു കോസ്റ്റ്യൂമിൻ്റെ അല്ലേ അനുരാഗി ചേച്ചി, കോസ്റ്റ്യൂം ഒരാളുണ്ട് അസിസ്റ്റന്റ് ആയിട്ട്, അനുരാഗി എന്ന് പറഞ്ഞൊരു ചേച്ചി. ആളുടെ അടുത്ത് ഞാൻ മെസ്സേജ് ചെയ്തു, ചേച്ചി ഓപ്പോസിറ്റ് ക്യാരക്ടർ ആരാ, എൻ്റെ പേരാരാ? അപ്പോഴാണ് നിതീഷിൻ്റെ, അപ്പോൾ പുതിയ ഒരാളാണെന്ന് അറിയാം. അപ്പം നിതീഷിൻ്റെ പ്രൊഫൈൽ എനിക്ക് ഷെയർ ചെയ്തത്.
അപ്പൊ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫോട്ടോയാണ് എനിക്ക് അയച്ചത്. ഏത് ഫോട്ടോ അറിയാം? ഇവനൊരു ഒരു മരത്തിന്റെ മുകളിൽ നിന്നിട്ട് മറ്റേ ഇത് ഓറഞ്ച് പറിക്കുന്ന ഒരു ഫോട്ടോ. ഞാൻ ഈ ഫോട്ടോ ചേച്ചിക്ക് മാറിപ്പോയതായിരിക്കും. അപ്പം ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്തു, ഇൻസ്റ്റാ പ്രൊഫൈൽ ഷെയർ ചെയ്തു. അപ്പം നോക്കിയപ്പോൾ ഒത്തിരി പടങ്ങൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഞാൻ വിചാരിച്ചു നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് ടെൻഷനുണ്ട്, കഥ ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവർ മനസ്സിൽ കാണുന്നത് പോലൊരു ചിത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവന് ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് അയച്ചു, ഹായ് ഞാൻ ജിബിയ എന്നൊക്കെ പറഞ്ഞു. ഇവൻ തിരിച്ച് റിപ്ലൈ തന്നില്ല കേട്ടോ എനിക്ക്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പോയി ഓഹോ അത് ഞാൻ ഇന്നായിട്ട് അറിയണേ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങള് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അങ്ങനത്തെ രണ്ടുപേരും അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരെ ഫോട്ടോസ് എടുക്കാനായിട്ട് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ്, ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ പോവാണ്. അപ്പം ഇവൻ അതിൻ്റെ തലേദിവസം ഞങ്ങൾ ഇവൻ്റെ വീട്ടിൽ പോയി. ഇവൻ പറഞ്ഞല്ലോ എല്ലാവരും ഇവൻ്റെ വീട്ടിൽ പോയി അമ്മേനെ കണ്ടു, അവിടെ ബാക്കിയുള്ള ക്രൂവിനെയൊക്കെ കണ്ട് നമ്മൾ സംസാരിച്ച് ഒന്ന് ഫ്രണ്ട്ലി ആവണല്ലോ, എല്ലാവരുമായിട്ടൊന്നും ഇതാവണം. അപ്പം അങ്ങനെ പോയി കണ്ട് സംസാരിച്ചു. അവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ പോകുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചു, എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ക്യാഷ്വൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു വണ്ടിക്കകത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയി ഞങ്ങളിങ്ങനെ തോളത്ത് ഇവൻ്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ ഇവൻ ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിക്കാം. അപ്പോൾ ഇവനിങ്ങനെ ഇപ്പുറത്ത് കൈ വിട്ടു, ഞാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെയാണെന്ന് വിറയ്ക്കും. ഇവനെങ്ങനെ വിറയ്ക്കാണ് ടെൻഷൻ അടിച്ചിട്ട്. ഞാൻ ഇവൻ അങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ തീർന്നു, എന്നെക്കാളും ടെൻഷനാണ്. ഇവൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചു. പക്ഷെ ഒരു 2-3 ദിവസം കൊണ്ട് ഓക്കെ ആയി. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി സംസാരിച്ച് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വർത്താനം പറഞ്ഞ് കമ്പനി ആവാം. എന്നാലാണ് ഞാൻ കംഫർട്ടബിൾ ആവുള്ളൂ, ഞാൻ ഓക്കെ ആവുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഓക്കെ ആവണമെങ്കിൽ ഇവനുമായിട്ട് കമ്പനി ആയാലേ പറ്റുള്ളൂ, സെറ്റായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒത്തിരി വർത്താനം പറഞ്ഞ് സംസാരിച്ചു, ഞാൻ ഓക്കെ ആയി. ഇവൻ ഓക്കെ ആയി. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ അടുത്ത് ചോദിക്കണം. കംഫർട്ട് ആകാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജിബിയ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നമുക്ക് അഭിനയിച്ച് കാണിക്കുന്ന കൊടുക്കുന്ന പോലെ അല്ലല്ലോ, ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാന്നുള്ള കാര്യം. ആർട്ടിസ്റ്റിനെ വിളിക്കണ പോലെ ആർട്ടിസ്റ്റിനെ വിളിച്ച് വന്നിട്ട് ചോട്ടതാണ് ഇവിടുന്ന് വന്ന് ഇവിടെ അവിടെ നിന്ന് ഈ പാനിൽ നിന്ന് ഡയലോഗ് പറയണം, ഇരിഞ്ഞിങ്ങനെ പോയിട്ട് അവിടെ നിന്ന് മറ്റേ ഡയലോഗ് പറയണം എന്നൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ. ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോ ശരിക്കും രണ്ടുപേരുണ്ട്, ഇടക്കടിക്കാറുണ്ട്. അടിച്ചിരുന്നെങ്കിൽ ഞാൻ വരെ കൈ വെച്ചല്ലേ. അടിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹേമാക്കാൻ പറ്റി വന്നേനെ. സ്മെല്ലൊന്നും അടിക്കണം വെച്ചിട്ടോ, അത് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. പിന്നെ ഉപദേശമൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ഫോട്ടോ ഷൂട്ടോടെ തന്നെ കുറെ മുന്നേ നമുക്ക് കിട്ടിയതാ അല്ലേ. ഭയങ്കര കോമഡി അത്. അതായത് ഇവര് ഓൾമോസ്റ്റ് ഒരു 10-25 പേരുടെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ കഥ സംസാരിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളെ വേണമല്ലോ. അപ്പോൾ ഇവരങ്ങനെ ആർട്ടിസ്റ്റിനോട് വേറെ ഒത്തിരി ഫെയിമായിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, പുതിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും. എല്ലാവർക്കും കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, കഥ ചെയ്യാം. പക്ഷെ ഇതിനകത്ത് റിസ്കി ആയ എലമെൻറ്റ്സ് ഒരു സാധനമുണ്ട്. അത് ചെയ്താലേ ശരിക്കും തണുപ്പാവുള്ളൂ. അത് ചെയ്യാതെ തണുപ്പ് എന്നൊരു സിനിമ ആവില്ല. അത് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അത് പറഞ്ഞ് തരുമ്പോൾ ആ ക്യാരക്ടർ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു സീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് രാകേഷ് ചേട്ടൻ അത്രയും ഭംഗിയായിട്ടാണ് പറഞ്ഞു തന്നെ. അപ്പം ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെയാണ്. അത് കാരണം ആ ക്യാരക്ടർ ഞാൻ പറഞ്ഞ പോലെ അത് ചെയ്താലാണ് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. സിനിമയിൽ കാണുന്ന ബാക്കി ഇതൊക്കെ അത് കഴിഞ്ഞാലേ ഉണ്ടാവും. അപ്പം അത് ചെയ്യാമെന്ന് ഇത്. അപ്പം പക്ഷേ തണുപ്പിൻ്റെ ഞാനൊരു ദിവസം വെറുതെ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് കോഡ് കണ്ടു ഞാൻ. അപ്പോൾ കാസ്റ്റിംഗ് കോഡ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ വെറുതെ അയച്ചു നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ അല്ലെങ്കിൽ ചെയ്യാം. അല്ല, മോഡലിംഗ് ഒക്കെ തുടങ്ങി അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വെറുതെ നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ വെറുതെ സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കഴിഞ്ഞു, 2 വീക്ക് കഴിഞ്ഞു. 2 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പോകും, ഇനി അയക്കുമൊന്നും വേണ്ട എന്ന് വെച്ചു.
അതിനിടയ്ക്ക് ഞാനൊരു ജോസ്കോയുടെ ഒരു ആഡ് ചെയ്യാനായിട്ട് പോയി. അപ്പം ജോസ്കോഡ് അതിന്റെ വരുൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്, അത് നിതീഷിന്റെ അപ്പം വരുണാണ് എന്നെ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പം ആളുമായിട്ട് കോണ്ടാക്ട് വന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ആളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഈ സെയിം സാധനം. അപ്പോൾ 2 വീക്ക് കഴിഞ്ഞു കേട്ടോ, 2 വീക്ക് കഴിഞ്ഞു ഈ ഇത് കിടക്കുക, കാസ്റ്റിങ്ങിൻ്റെ ഇത് കിടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരുടെ പടമാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള അവർ ഹീറോയിനെ നോക്കുന്നുണ്ട്, ചെയ്യുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെയ്യണില്ല, ഇല്ല ഞാനിപ്പോൾ പടം ചെയ്യണില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വേറൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുധീഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് സുധീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് ഇവരായിട്ട് കണക്ട് ചെയ്തത്. അപ്പോഴും ഞാൻ അറിയുന്നില്ല ഞാൻ ഈ റിജക്ട് ചെയ്ത പടമാണ് തണുപ്പ് എന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചു. അത് വേണ്ട, അതെ കറങ്ങി തിരിഞ്ഞു വന്നു. ലാസ്റ്റ് ഈ ഫോട്ടോ എടുക്കാൻ പോയ കഥ പറഞ്ഞില്ലേ, ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് വരുൺ എൻ്റെ അടുത്ത് ചോദിച്ച ആ സ്ക്രിപ്റ്റാണ് തണുപ്പ് എന്ന് ഞാൻ അറിയാം. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസും ഭയങ്കര, ഞാൻ പറയുന്നത് എനിക്ക് തണുപ്പ് ഭയങ്കര അത്ഭുതകരമായ ഒരു മൂവിയാണ്. കാരണം ഞാനും വേണ്ടാന്ന് വെച്ചൊരു പടം ഇങ്ങനെ കറങ്ങി 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 അത് എന്റെ അടുത്ത് തന്നെ വന്നു. ഫോട്ടോ അതായത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് റിജക്ട് ചെയ്ത ഞാൻ രാകേഷ് ചേട്ടൻ കുറെ ഫോട്ടോ ഇങ്ങനെ അയച്ചു തരും. രാകേഷ് ചേട്ടനും സപ്തനും കൂടിയിട്ട് കുറേ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു തരും. അവിടെ ഈ പെൺകുട്ടി ഓക്കെ ആയിരിക്കും തോന്നുന്നു, ഈ പെൺകുട്ടി അതിൽ വന്നൊരു ഫോട്ടോ ആണ്, ഫസ്റ്റ് വന്ന ഫോട്ടോ എനിക്ക് കിട്ടിയ ഫോട്ടോ ആണ് ജിബിയ. തിരിച്ചു പറയണം ചില കാര്യങ്ങളൊക്കെ നിതീഷ് പറയുന്നതിനോട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. രാകേഷ് ചേട്ടനും സത്തറും കൂടെ എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നില്ല, ഞാൻ സത്തറിനും രാകേഷ് ചേട്ടനും അനുവിനും വിവേകിനും ഫോട്ടോ അയച്ചു കൊടുത്തു. ഞങ്ങളുടെ മൊബൈല് നിതീഷ് അയച്ചു തന്ന കുറെ പെൺപിള്ളേരുടെ ഫോട്ടോ, അതായത് പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട്. രാകേഷ് ചേട്ടൻ ഒരു ഫോൺ മാറ്റി, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം രാകേഷ് ചേട്ടൻ്റെ കയ്യിരിക്കുന്ന പുതിയൊരു ഫോണാണ്. നമ്മളെന്താ പറയാ ഹാങ് ആകത്തില്ലേ, കാരണം അവസാനം ഇവിടെ പടം തീർന്നു നീ ഇനിയെങ്കിലും ഫോട്ടോ അയക്കാതെ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പൊ ഇവര് തമ്മിൽ ക്ലബായ കഥ പറഞ്ഞല്ലോ, അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഫോട്ടോ എടുത്ത് തന്നെയാണ്. 2ാമത്തെ ദിവസം ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ട് ഇപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറ രാശിയിടം പുറത്തിറങ്ങിയിട്ട് ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് പറയേണ്ടി വരും. ഞാൻ ചോദിച്ചാൽ എന്താ ഇവനെ കൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലെന്ന്, ഇവനവിടെ ടച്ച് ചെയ്യാൻ പേടി, ഭയങ്കര പ്രശ്നം. ഇത് അവസാനം പല രീതിയിൽ നമ്മളായിട്ട് ജിബിയ പറഞ്ഞ ജിബിയ സംസാരിച്ച് ഓക്കെ ആക്കിയതാണെന്നാ. അപ്പം അതൊരു പങ്കുണ്ട്, ഒരു 70% ജിബിയ അത് ചെയ്തെങ്കിലും എങ്ങനെയൊക്കെയോ സ്റ്റുഡിയോ നമ്മൾ പണ്ട് ഇത് ശ്രീനിവാസനെയും പാർവതിയും കൊണ്ട് മറ്റേ സ്മൈൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞ പോലെ രാകേഷ് ചേട്ടൻ അപ്പുറത്ത് എന്തൊക്കെ കാണിച്ചിട്ടാണ് പേടിപ്പിച്ച് ഫോട്ടോ എടുത്തത്. എന്നിട്ട് ഇവർ തമ്മിൽ ക്ലബായി. പിന്നത്തെ വിഷയം ജിബിയ അങ്ങ് വിഴുങ്ങി. ജിബിയ ഒരു 20 ദിവസം കഴിഞ്ഞപ്പം രാകേഷ് നാരായണനോട് രാകേഷ് ചേട്ടാ എനിക്ക് അവൻ്റെ കൂടെ അഭിനയിക്കാൻ വയ്യ, പലതും ഇല്ലാതെ രാകേഷ് ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് രാകേഷ് ഇല്ല. ഈ അലീക്ക ചോദിച്ച ഹേമ കമ്മീഷൻ ഞാൻ ദൈവമേ ഇത് പ്രശ്നമാകും എന്റെ മനസ്സിൽ മൊത്തം. അത് ഇവനിത് പറയുമോ ജിബിയ പറയുന്ന രാകേഷ് ചേട്ടനോട് പറഞ്ഞു, എന്റെ രാകേഷ് ചേട്ടാ എനിക്ക് ഇവന്റെ കൂടെ ചെയ്യാൻ വയ്യ. ഓട്ടോമാറ്റിക്കലി ഇത് കുടുംബകലക്കാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആദ്യത്തെ ദിവസം ഒരു ഫോട്ടോ എടുക്കാൻ വയ്യാത്തവൻ 22ാമത്തെ ദിവസം ഇവിടെ ഒഴിവാക്കാത്തൊരു സാഹചര്യമായി. അതെ 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 കഥാപാത്രമായി ജീവിച്ചു പോയി. അതെ അതെ ഇതിന്റെ ഏറ്റവും വലിയ കഥകൾ എന്താ പറയോ, മുൻ ഇന്റർവ്യൂകളിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിലെ നായകൻ പുള്ളി ആയിരുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ പുള്ളി ഡയറക്ടർ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഞാനായിപ്പോയെങ്കിലും അരുൺ ചെയ്ത വിവേക് എന്നോട് രാവിലെ വിളിച്ച് പടം ചെയ്യാന്ന് പറയുമ്പോ ഞാൻ കഥ കേൾക്കാൻ വരുന്നതൊക്കെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറായിട്ട് അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ വന്നു, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അരുൺ ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അരുണിനെ അന്ന് കാസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അരുൺ നമ്മുടെ സൗഹൃദത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പം അന്നേരം ഇവൻ അരുണിന്റെ പേര് പറഞ്ഞു, ആ ക്യാരക്ടർ അരുൺ ചെയ്താൽ നന്നായിരിക്കുന്നു പറയുമ്പോ എന്റെ വയറ്റിൽ ഒരു വട്ട തീ വീഴുന്ന അവിടെ നിന്നും പിന്നെ എനിക്ക് ഈ സിനിമയിൽ നിൽക്കണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അലിക്കായി അറിയാലോ ചാനലിൽ നിന്ന് ഒത്തിരി വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ നിന്ന് മാറി. അതാ ഞാൻ ചോദിച്ചത്, നമുക്ക് ഒരിക്കലും താങ്കളുടെ മേഖലയല്ല,
നമ്മളെ പോലെയൊക്കെ ആങ്കർ ചെയ്ത് നല്ല രീതിക്ക് പോകുന്നു. പിന്നീട് മേഖല മാറ്റി. എനിക്ക് താങ്കളോടുള്ള റെസ്പെക്റ്റും സ്നേഹവും അബുദാബി ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് അല്ലെ. അബുദാബി ക്ഷേത്രത്തില് താങ്കളുടെ ഒരു കൈപുണ്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ. അതെ, ഗുരുവായൂർ അല്ല എന്റെ മാത്രം എന്റെ നമ്മളുടെ സഹപ്രവർത്തകര് എന്റെ എല്ലാവരും ഗുരുവായൂർ, ശബരിമല പോയി ഞാൻ കൂടി അങ്ങനെ എല്ലാ മേഖലയുണ്ട്. അത്തരം ഒരു മേഖലയിൽ നിന്ന് പെട്ടെന്ന് സിനിമാ മേഖലയിലേക്ക് മാറിയത് എന്തുകൊണ്ടായിരിക്കാം? ഞാൻ പെട്ടെന്ന് മാറിയതല്ല, എന്നെ വലിച്ചഴിച്ചിട്ടതാണ്. എന്നെ വലിച്ചഴിച്ചിട്ടതാണ്. അല്ല വിവേക് എന്നോടൊപ്പം വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇന്ത്യ വിഷനുള്ളപ്പോ തൊട്ട് ഞാൻ വിവേക് തമ്മിൽ സുഹൃത്തുക്കള. എന്റെ അവസ്ഥ ഞാൻ വിവേകിനോട് എപ്പോഴും പറഞ്ഞു, ഞാനല്ല എന്റെ അന്നത്തെ ഇതില് വിവേകിനോട് എപ്പോഴും പറയും, വിവേക് ഒരു സിനിമ ചെയ്യണം. ഈവൻ അലിക്കാണേലും വിവേക് ഞാൻ മനസ്സിലാക്കിയ പുള്ളിക്കാരൻ ഒരു എൻസൈക്ലോപീഡിയ. അപ്പൊ പുള്ളിക്ക് കുറെ തോട്ട്സ് ഉണ്ട്, സിനിമ ചെയ്യണം. പക്ഷെ അത് ഇങ്ങനൊരു ചെയ്തായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു. പറയാം, കാരണം നമ്മൾ സിനിമ ചെയ്യുന്നു, ഞാൻ പ്രതീക്ഷിച്ചു വരുന്ന വിവേക് സിനിമ ചെയ്യാൻ പോകുന്നു എന്നാണ്. അപ്പം ഈ രാകേഷ് നാരായണനുണ്ട്, രാകേഷ് ചേട്ടനാണ് ചെയ്യുന്നതെന്ന് രാകേഷ് ചേട്ടൻ 100%. പക്ഷെ സിനിമ ചെയ്യും കേട്ടോ. എനിക്ക് എന്റെ ആഗ്രഹം ഇത് സിനിമ ചെയ്യും. നമ്മളിപ്പം ഇവര് രണ്ടുപേരും എനിക്ക് ഇപ്പം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സന്തോഷം സിനിമ കണ്ട് ഞാൻ കുറച്ച് ദിവസമായുള്ളൂ സിനിമ 1-2 ദിവസമായുള്ളൂ സിനിമ കണ്ടിട്ട്. എനിക്കൊരു ഭയമുണ്ടായിരുന്നു. അപ്പം സത്തർ പറഞ്ഞിട്ടാണ്, എഡിറ്റർ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഇവര് രണ്ടുപേരും എൻ്റെ പ്രതീക്ഷയാണ് ഇൻഡസ്ട്രിക്ക് ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തൊരു റിസ്ക് എന്ന് പറയുന്നത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞല്ലോ, വേറൊരു ആക്ടർ അല്ല വേറൊരു നടനോ നടിയോ ചെയ്യേണ്ടതല്ല ഈ സിനിമ എന്നുള്ളത്. ഇവരുടെ പെർഫോമൻസ് ഒരു പക്ഷേ വിലയിരുത്തുമായിരിക്കും. നമുക്ക് മറ്റുള്ളവർ ഇപ്പൊ ദുൽഖറിനെ വെച്ച് ഒരിക്കലും നിതീഷ് ചെയ്ത ക്യാരക്ടർ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അരുൺ ആണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജിബി അതുപോലെ പല ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ വെച്ച് അപ്പൊ ഇവരാണ് അതിനകത്തെന്ന് തോന്നി. തന്നെയല്ല, ഇതിനകത്ത് ഇവരെക്കാൾ ഉപരി ഇപ്പം അലിക ചോദിച്ച പോലെ തണുക്കുന്നല്ലോ, ആ തണുപ്പിന് ഒരു കുളിർമയുണ്ട്. ഒരു ശരിക്കും തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്ലീറ്റ് പുതച്ചു മൂടിയിരുന്ന് കട്ടങ്ങാത്ത് കുടിക്കുന്ന ഒരു തണുപ്പല്ല, ഒരു കുളിർമയുള്ള തണുപ്പാണ്, ഒരു നോവുള്ള തണുപ്പാണ്. അത് നമ്മളെന്താ പറയാ, നമ്മുടെ ഉള്ളിലെ ഒരു നൊമ്പരം ഉണർത്തുന്ന തണുപ്പാണ്. ആ തണുപ്പിന് ശരിക്കും ആപ്റ്റ് അവിടെ അസോസിയേറ്റും തീർച്ചയായും നല്ല സിനിമയുടെ ഭാഗമാണെന്നത് എന്താ പറയാ. ഞാൻ ഒരുപാട് സിനിമകളിൽ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിക്കുന്നതും കേൾക്കുന്നതാണ്. അത് വായിക്കുന്നത് നമുക്ക് ഏകദേശം കഴിയിട്ടും എല്ലാവരും സിനിമ നന്നാകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സ്ക്രിപ്റ്റുമായിട്ട് ചെയ്യാൻ നടക്കുന്നത് സിനിമയിൽ. അപ്പം ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം എത്രത്തോളം വരും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് ടോട്ടലി എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്. ഇത് എങ്ങനെ മേക്ക് ചെയ്തെങ്കിലും ഇത്രത്തോളം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുള്ളൊരു സ്ക്രിപ്റ്റാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് നല്ല വിശ്വാസം. 2 മണിക്കൂർ പോയിരുന്നു കണ്ടാൽ നമുക്ക് ചിന്തിക്കാനും അല്ലേ, നമ്മളിൽ ഒരു കഥാപാത്രമായി മാറും ഞങ്ങൾ കാണുമ്പോൾ. നമുക്ക് ചുറ്റുമുള്ള എവിടെയൊക്കെ കണ്ടു പറഞ്ഞിട്ടുള്ള ആളുകളെ ആയിരിക്കും ഇതില് നമുക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെ ഉണ്ടായിക്കൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ. അതിന്റെ ജെന്യൂനിറ്റി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, രാജേഷനും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര ജെന്യൂനായിട്ട് അതിനെ സമീപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് 4-ാം തീയതി സിനിമ റിലീസറുമാണ്. മാക്സിമം പ്രഷർ തിയേറ്ററിൽ തന്നെ വേണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ സാറ്റലൈറ്റ് എന്നുള്ള എല്ലാ ബിസിനസ്സും നടത്തുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോഴില്ല, പിന്നീടാണ്. അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടിയ ഒരു സിനിമ, അതിലുപരി എൻ്റെ നാട്ടിൽ പഠിച്ച് വളർന്ന കാസർഗോഡുകാരിയുടെ ഒരു സിനിമ, എനിക്കിനി അഭിമാനത്തോടെ എൻ്റെ നാട്ടുകാരി നായികയാവുമെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ വണ്ണപ്പുറംകാരെ ഒന്നും ശ്രദ്ധിക്കുക, എൻ്റെ നാട്ടുകാർ വണ്ണപ്പുറംകാരെ ശ്രദ്ധിക്കുക. സ്കൂളിൽ പഠിച്ചിറങ്ങിയ കാലഘട്ടം തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടിയാണ്. അവിടെ നമ്മൾ അധ്യാപകന്മാര് മനോജ് സാറൊക്കെ പിള്ളേർക്കൊന്നും കൃത്യമായിട്ട് മെസ്സേജ് ഇടുന്നു, നമ്മുടെ ഒരു കുട്ടി നായികയാവുന്നു. മനോജ് സാറ് കേൾക്കാൻ കൂടെ പറഞ്ഞു, ഞാൻ ഗ്രൂപ്പ് അയച്ചിരുന്നായിരിക്കും മനോജ് സാർ. പോരെ, സ്കൂളിൽ മൊത്തം പ്രൊമോഷൻ ചെയ്തേക്കാം. നാളെ തന്നെ ഈ കട്ടെടുത്തിട്ട് വണ്ണപ്പുറം സ്കൂൾ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. സിനിമ സൂപ്പർ ഹിറ്റ് ആണ്.
ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.